ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹീറോ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി നമ്മളൊരു വർക്കിൽ കയറ്റിയിട്ടുണ്ട്. BS6 മോഡലാണ്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ജന സർവീസ് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, അതുപോലെ സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക, അതുപോലെ മീറ്ററിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് കത്തുന്നില്ല, പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു ഫുഡ് റെസ്റ്റ് ലൂസായിരിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ നിന്നൊരു സൗണ്ട്, രണ്ടാളിരിക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിലെ നമ്പർ പ്ലേറ്റ് ബോൾട്ട് ചെയ്യുക, റിവേറ്റിംഗ് ആയിരുന്നു, അത് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്ലാക്ക് ഷെയ്ഡ് ഒന്ന് റബ്ബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്. നമ്മൾ ഫസ്റ്റ് വണ്ടി ഓടിച്ച് നോക്കി, രണ്ടാളെ വെച്ചിട്ട് ഓടിച്ച് നോക്കുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയില്ല. ബാക്കിൽ നിന്ന് വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നും തോന്നിയില്ല. ആ നമ്പർ പ്ലേറ്റിൻ്റെ ലൂസായതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ സൗണ്ടൊന്നും കേട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സർവീസിന് വേണ്ടി അയച്ചിട്ടുണ്ട്, ജന സർവീസിന് വേണ്ടിയിട്ടാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലെ ബ്രേക്കിൻ്റെ ഭാഗം പോയി ചെക്ക് ചെയ്ത് കൊണ്ട് നമ്മൾ ബാക്കിലെ ബ്രേക്കൊക്കെ നോക്കുമ്പോൾ ബ്രേക്സൊക്കെ നമുക്കത് മാറ്റാറായിട്ട് കേട്ടോ. അത് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. കിടക്കുന്നത് കമ്പനി ബ്രേക്സ് ഒന്നുമില്ല, ഒരു ASK പറഞ്ഞൊരു കമ്പനിയുടെ ബ്രേക്സാണ് കിടക്കുന്നത്, കുറഞ്ഞ ബ്രാൻഡാണ്. ആ ബ്രേക്സ് ഇട്ടാൽ തന്നെ ബാക്ക് വീൽ നല്ല അത്യാവശ്യം ബ്രേക്ക് ചവിട്ടുമ്പോൾ നല്ല രീതിയിൽ സൗണ്ടൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബാക്ക് വീല് അതിൻ്റെ ഈ ഹബിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ബ്രേക്സ് മാറ്റണം. ആ ബ്രേക്സ് മാറ്റുന്ന കൂട്ടത്തിൽ ഈ ഹബ്ബ് ഒന്ന് പോളിഷ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. പോളിഷ് ചെയ്യാതെ കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും സൗണ്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബ്രേക്സ് മാറ്റുന്ന കൂട്ടത്തിൽ ആ പോളിഷ് കൂടി ചെയ്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രേക്കിൻ്റെ ഭാഗം ക്ലിയർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൻ്റെ വീലിൻ്റെ റബ്ബർ 4 റബ്ബറാണ് വരിക, 4 പൊട്ടിക്കിടക്കുകയാണ്. നമുക്കതൊന്ന് മാറ്റിയിടണം കേട്ടോ. ഒരു ചെയിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെയിനൊക്കെ അത്യാവശ്യം ലൂസുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഓയിൽ പീസൊക്കെ കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്കത് മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്കത് മാറ്റണം. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 2024 മോഡൽ ബാറ്ററിയാണ്. നിലവിൽ ബൾബിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഞാനും ബാറ്ററിയുടെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.25, 22 ആ റേഞ്ച് വോൾട്ട് കിട്ടും. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വോൾട്ട് 9 വരെ വരുന്നുണ്ട്. ഒരു എത്ര വോൾട്ടിന് താഴോട്ട് പോയി കഴിഞ്ഞാലും ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ ഗിയറിലിട്ട് സെൽഫ് അടിക്കുമ്പോൾ സെൽഫ് വർക്ക് ചെയ്യുന്നില്ല. അത് ഈ ക്ലച്ച് സ്വിച്ചിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ മീറ്ററിലത്തെ ബൾബ് കത്തുന്നില്ല പറയുന്നത്, അതൊന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ ഫ്രണ്ടിൽ ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബ്രേക്കിൻ്റെ ഫ്രണ്ടിലെ 2 ബ്രേക്ക് കേബിളും കംപ്ലയിൻ്റ് ആണ്. കോമ്പി ബ്രേക്കിൻ്റെ ഒന്ന് കോമ്പി ബ്രേക്കിൻ്റെ കേബിളും ഒന്ന് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും. ഫ്രണ്ട് പിടിച്ച് കഴിഞ്ഞാൽ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിളാണ്. അപ്പോൾ നിലയിൽ 2 ബ്രേക്ക് കേബിളും കംപ്ലയിൻ്റ് ആണ്. അത് 2 ബ്രേക്ക് കേബിളും മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് റെഡി ആവുള്ളൂ. പിന്നെ അതുപോലെ സ്പീഡോമീറ്ററിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വേണ്ട, അത് കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. കേബിളും മാറ്റണം, വീടിൻ്റെ ഉള്ളിൽ വരുന്ന ക്രൗണും പിന്നീടും മാറ്റണം. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ 2 മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റിക്കിലായി ലെവൽ കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓയിലൊന്ന് ഊറ്റി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 900 മില്ലി ഓയിൽ വേണ്ടടുത്ത് ആകെയുള്ളത് ഒരു 300 മില്ലി ഓയിൽ തികച്ചില്ല കേട്ടോ. 600 മില്ലിയോളം ഓയിൽ കുറവാണ്. അപ്പോൾ നമുക്ക് ഓയിൽ എന്തായാലും മാറ്റണം. ഓയിൽ മാറ്റുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടി മാറ്റിയാലാണ് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഒരു ഫുഡ് റെസ്റ്റ് ലൂസിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വേണ്ട, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ വേറെ ഓടിച്ച് നോക്കിയിട്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ വാട്ടർ സർവീസൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സിഡൻ്റ് കേബിളായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ പറഞ്ഞ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൽ എഞ്ചിൻ ഓയിൽ ഉൾപ്പെടുത്തുക, 2 ബ്രേക്കിൻ്റെ കേബിൾ ഉൾപ്പെടുത്തുക, ബാക്കിലെ ബ്രേക്ക് ഷൂ, അതുപോലെ വീൽ ഡാമ്പർ, പിന്നെ ആ ഹബിൻ്റെ പോളിഷിങ്ങിൻ്റെ ഒരു ഇതും കൂടി ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ ആ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യുന്നത്. പ്ലഗ് നമുക്ക് മാറ്റാറായിട്ടുണ്ട്. പ്ലഗും എയർ ഫിൽറ്ററും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റണം. അപ്പോൾ പ്ലഗ് കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.